കാന്തപുരത്തിന്റെ ഈ ഇടപെടൽ നൽകുന്നത്. ഇതിൽ ഒരുപാട് വലിയ സന്ദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഐക്യത്തിന്റെ സന്ദേശമുണ്ട്, മതേതരത്വത്തിന്റെ സന്ദേശമുണ്ട്, മാനുഷികതയുടെ സന്ദേശമുണ്ട്. അങ്ങനെ വലിയ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് കാന്തപുരം ഈ ഇടപെടൽ നടത്തിയത്. അതുകൊണ്ട് ഇത് തന്നെയാണ് ഏറ്റവും വലിയ റിയൽ കേരള സ്റ്റോറി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനിയുള്ള ദിവസങ്ങളിലും വളരെ ശക്തമായി നീങ്ങാൻ കാന്തപുരത്തിന് കഴിയട്ടെ. വലിയ പരിമിതികൾ കേന്ദ്ര സർക്കാരിനുള്ളപ്പോഴും അങ്ങനെയൊരു ഇടപെടൽ നടത്താനുള്ള ഒരു സംവിധാനം രാജ്യത്ത് ഉണ്ടായിരിക്കുന്നു. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ വിഷയത്തിലെ ഇടപെടലും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സമീപനമായിരുന്നു പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു കാണിച്ചത്. പാർലമെന്റിൽ അടക്കമാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു മറുപടി, ഈ നിലപാട് സ്വീകരിച്ചത്. ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യത്തിന് 2 തവണ 2 അഭിപ്രായമാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ ചർച്ചയാവുകയും വലിയ വിവാദമാവുകയും കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളൊക്കെ തന്നെ ഈ വിഷയം വളരെ ശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും അതിനു വിരുദ്ധമായി തീർച്ചയായും മറ്റൊരു വഴിയിലൂടെ ചർച്ചകൾ മുന്നോട്ട് പോയി നിമിഷപ്രിയയ്ക്ക് ആശ്വാസമായ ഒരു സാഹചര്യം ഏതായാലും ഇന്ന് യമനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഇതൊരു വലിയ ഒരു പരിശ്രമത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. ഏതായാലും ആ തുടക്കം വലിയ വിജയമായത് തീർച്ചയായും ഈ ഒരു കേരള സ്റ്റോറിയോട് കൂടി വിജയമാണ് എന്ന് നമുക്ക് വിലയിരുത്താം.